മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. ഇറാഖിൽ റോക്കറ്റ് ആക്രമണത്തിൽ 7 US സൈനികർക്ക് പരിക്കേറ്റതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പടിഞ്ഞാറൻ ഇറാഖിലെ അയ്യൻ അൽ അസാദ് താവളത്തിൽ 3 ആഴ്ചക്കിടെ നടന്ന മൂന്നാമത്തെ ആക്രമണമാണ് തിങ്കളാഴ്ചത്തേത്. അമേരിക്കൻ സൈനികരും ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദിസ്റ്റ് ഗ്രൂപ്പിനെതിരായ US നേതൃത്വത്തിലുള്ള സഖ്യത്തിലെ മറ്റുദ്യോഗസ്ഥരും നിലകൊള്ളുന്ന ബേസിലാണ് ആക്രമണമുണ്ടായത്. ഈ തെറ്റ് ആവർത്തിക്കരുത്. മേഖലയിലെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സഹിക്കില്ല, ഓസ്റ്റിൻ അനാപോളിസിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആക്രമണത്തിൽ 5 അമേരിക്കൻ സൈനികർക്കും 2 കോൺട്രാക്ടർമാർക്കും പരിക്കേറ്റതായും എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നും US പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും മുൻനിര നേതാക്കളുടെ കൊലപാതകത്തിന് പ്രതികാരമായി ഇറാനും സഖ്യകക്ഷികളും ഇസ്രയേലിൽ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതേസമയം ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഉന്നത നേതാക്കളെ കൊലപ്പെടുത്തിയതിനു പ്രതികാരം ചെയ്യുമെന്ന് ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളും പ്രതിജ്ഞ ചെയ്തതിനു പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായി. ഇതോടെ ഈ മേഖലകളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ലെബനാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാരെ കർശനമായി ഉപദേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള ഉപദേശം. പൗരന്മാരോട് കഴിയുമെങ്കിൽ ലെബനൻ വിടാനും ഉപദേശമുണ്ട്. ഇസ്രായേലിലെ ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഓഗസ്റ്റ് 8 വരെ എയർ ഇന്ത്യ നിർത്തിവച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെട്ടതിനു പിന്നിലും ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ അടക്കം വിശ്വസിക്കുന്നത്. ഇരു കൊലപാതകങ്ങളും ഇസ്രായേലിന് നേരെ ആക്രമണത്തിന് മുതിരാൻ നിരവധി ഗ്രൂപ്പുകളെ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. സിറിയ, ലെബനൻ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ പ്രകോപിപ്പിച്ചാണ് ഈ കൊലപാതകങ്ങൾ സംഭവിച്ചത്. അതേസമയം ഇറാഖിലെ US സൈനിക താവളത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 5 സൈനികർക്ക് പരിക്കേറ്റു. ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയയുടെയും ഹിസ്ബുള്ളയുടെ മുതിർന്ന അംഗം ഫൗദ് ഷുക്കൂറിന്റെയും കൊലപാതകത്തെ തുടർന്ന് മേഖലയിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ്. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അതേസമയം ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. പടിഞ്ഞാറൻ ഇറാഖിലെ ഐൻ അൽ അസാദ് വ്യോമതാവളത്തിന് നേരെ തിങ്കളാഴ്ച വൈകിട്ടാണ് ആക്രമണം നടന്നത്. കത്യുഷ റോക്കറ്റുകളാണ് വ്യോമതാവളത്തിൽ വീണത് എന്നാണ് ഇറാഖി സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. റോക്കറ്റുകൾ ബേസിനുള്ളിൽ പതിച്ചതായി ഇറാഖി ഉദ്യോഗസ്ഥരിൽ ഒരാൾ പറഞ്ഞു. അതേസമയം ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിലെ പ്രതികാരവുമായി ആക്രമണത്തിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല. ഇസ്രായേലിനെ അകമഴിഞ്ഞു പിന്തുണയ്ക്കുന്നതിനാൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്കും ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ആക്രമണത്തിൽ ഒരു അമേരിക്കൻ പൗരന് ഗുരുതരമായി പരിക്കേറ്റതായി പേര് വെളിപ്പെടുത്താത്ത ഒരു US ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി. എന്നാൽ 7 സൈനികർക്കും സാധാരണക്കാർക്കും പരിക്കേറ്റതായാണ് US പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തെക്കുറിച്ച് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും വിവരം അറിയിച്ചെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കഴിഞ്ഞ ചൊവ്വാഴ്ച ബെയ്റൂത്തിൽ വെച്ചാണ് ഹിസ്ബുള്ള കമാൻഡർ ഫൗദ് ഷുക്കൂറിനെ ഇസ്രായേൽ വധിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെടുന്നത്. ഹനിയയുടെ രക്തത്തിന് മറുപടി കൊടുക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.